ഏറെക്കാലമായിട്ട് സ്വപ്നം കണ്ടിരുന്ന ഒരു പദ്ധതി അത് സാക്ഷാത്കരിക്കപ്പെട്ട ദിവസം കൂടിയാണ് ഇന്ന്. പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ഹൈഡ്രജൻ ഉപയോഗിച്ച് ഓടുന്ന ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രഥമ സർവീസ് തുടങ്ങിയത്. ജിന്ദ് മുതൽ സോനിപത്ത് വരെ 89 കിലോമീറ്റർ ദൂരമാണ് നമോ ഗ്രീൻ റെയിൽ എന്ന ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. ഈ വിശേഷങ്ങളാണ് ഹൈ5-ൽ അടുത്തത്. അപ്പോ പുതിയ തുടക്കത്തിന് പച്ചക്കൊടി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പം ഹൈഡ്രജൻ ട്രെയിൻ നമ്മുടെ രാജ്യത്തും ഓടിത്തുടങ്ങി. ഹൈഡ്രജൻ ട്രെയിൻ എന്ന് പറയുന്നത് അത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഡീസലിലോ വൈദ്യുതിയോ ഒന്നും ഉപയോഗിക്കാതെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഉപയോഗിച്ച് ഓടുന്ന ട്രെയിനുകൾ, അതിനെയാണ് നമ്മൾ ഹൈഡ്രജൻ ട്രെയിൻ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രവർത്തന രീതി വളരെ ലളിതമാണ്. ട്രെയിനിൽ സൂക്ഷിച്ചിരിക്കുന്ന ഹൈഡ്രജൻ വാതകം അത് ഫ്യൂവൽ സെല്ലിലേക്ക് എത്തും. അതിനുശേഷം ഈ ഫ്യൂവൽ സെല്ലിലേക്ക് എത്തിയാൽ അവിടെയുള്ള വായുവിലുള്ള ഓക്സിജനുമായിട്ട് ഇത് രാസപ്രവർത്തനം നടത്തും. ഇതിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ മോട്ടോറുകൾ പ്രവർത്തിക്കും. ഈ പ്രക്രിയയിലൂടെയാണ് ഈ വാഹനം, ഈ ട്രെയിൻ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഉപോൽപ്പന്നമായിട്ട് വരുന്നത് വെള്ളവും ജലബാഷ്പവും മാത്രമാണ്. അതായത് സാധാരണ പോലെ കാർബൺ ഡൈ ഓക്സൈഡോ അതല്ലെങ്കിൽ പുകയോ ഒന്നും, അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന ഒന്നും തന്നെ ഉപോൽപ്പന്നമായി പുറംതള്ളപ്പെടുന്നില്ല. നമോ ഗ്രീൻ റെയിലിന്റെ പ്രത്യേകതകൾ പരിശോധിച്ചാൽ ഇതിന്റെ സർവീസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഹരിയാനയിലെ ജിന്ദ് മുതൽ സോനിപത്ത് വരെ 89 കിലോമീറ്റർ ആണ് ഇതിന്റെ സർവീസ്. പൂർണ്ണമായിട്ട് നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിച്ച ട്രെയിനാണ് ഇത്. ബ്രോഡ് ഗേജ് പാതയിൽ ഓടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഹൈഡ്രജൻ ട്രെയിനാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുന്നത്. ഒരേ സമയം തന്നെ 1000-ലധികം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ് ഇതിന്റെ ഡിസൈൻ. ഇനി ഡീസൽ ട്രെയിനുകളൊക്കെ അപേക്ഷിച്ച് ശബ്ദ മലിനീകരണവും അതേപോലെ തന്നെ വായു മലിനീകരണവും വളരെ കുറവാണ് ഹൈഡ്രജൻ ട്രെയിനുകൾക്ക്. ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഹൈഡ്രജൻ ട്രെയിൻ ഇത്രയും ഒരു പ്രാധാന്യം നൽകിയെന്ന് ചോദിച്ചാൽ, റെയിൽവേ ഇപ്പോഴും പൂർണ്ണമായിട്ടും വൈദ്യുതീകരിക്കാത്ത നിരവധി റൂട്ടുകളിൽ ഡീസൽ എഞ്ചിനുകളെയാണ് ആശ്രയിക്കുന്നത്. കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാം. ഇപ്പം നമ്മൾ ഹൈഡ്രജൻ ട്രെയിൻ കൊണ്ടുവരാണെങ്കിൽ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാം. അതേപോലെ ഇന്ധന ഇറക്കുമതിയുടെ ചിലവ് കുറയ്ക്കാൻ പറ്റും. ശുദ്ധ ഊർജ്ജത്തിലേക്കുള്ള മാറ്റം വേഗത്തിലാക്കാം. ഇതിനൊക്കെയും അപ്പുറം ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം എന്താണെന്നറിയോ? കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടത്തിൽ വലിയ സംഭാവന നൽകാൻ ഈ ഒരു മാറ്റത്തിലൂടുകൂടി നമുക്ക് കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഏതൊരു വിഷയം എടുത്താലും അതിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും അല്ലേ? ഹൈഡ്രജൻ ട്രെയിനുകളുടെ കാര്യത്തിലും നമ്മൾ നല്ല വശങ്ങളൊക്കെ ഇപ്പോഴേ പറഞ്ഞു പോയി. ഇതിൽ കുറച്ച് വെല്ലുവിളികൾ കൂടി ഉണ്ട് കേട്ടോ. അതിൽ ഒന്നാമത്തേതായിട്ട് തോന്നിയ ഒരു കാര്യം, ഈ ഹൈഡ്രജൻ നിർമ്മാണ ചെലവ് ഇപ്പോഴും നമുക്ക് ഭയങ്കര കൂടുതലാണെന്നുള്ളതാണ്. മാത്രമല്ല ഇതിന്റെ സംഭരണവും അതേപോലെ ഗതാഗതവും ഒക്കെ അതീവ സുരക്ഷയോടുകൂടി നടത്തേണ്ടതുമാണ്. പ്രത്യേക റീഫ്യൂവലിംഗ് സ്റ്റേഷനുകൾ ഇതിന് ആവശ്യമായിട്ടുണ്ട്. അതേപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വലിയ നിക്ഷേപം വേണ്ടിവരും. അതുകൊണ്ടൊക്കെ തന്നെ ഈ സാങ്കേതിക വിദ്യ ഇപ്പോഴും വികസന ഘട്ടത്തിലാണ് എന്നുള്ളത്. ഹൈഡ്രജൻ ട്രെയിനുകൾ ഇതിനകം തന്നെ പരീക്ഷിച്ചോ അല്ലെങ്കിൽ സർവീസ് നടത്തിയോ ഉള്ള രാജ്യങ്ങളുണ്ട്. ഇപ്പം ജർമ്മനിയിൽ ഹൈഡ്രജൻ ട്രെയിൻ ഉണ്ട്, ഫ്രാൻസിൽ ഹൈഡ്രജൻ ട്രെയിൻ ഉണ്ട്, ഇറ്റലിയിലുണ്ട്, ചൈനയിലുണ്ട്, അതേപോലെ നോർത്ത് കൊറിയയിലും ഈ ഹൈഡ്രജൻ ട്രെയിൻ ഉണ്ട്. ഇപ്പം ഈ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് നമ്മുടെ രാജ്യവും ഇന്ത്യയും കൂടി അതിൽ ഒന്നായിട്ട് മാറുകയാണ്. ഇപ്പം ഒരു കാലത്ത് കൽക്കരിയിൽ തുടങ്ങി പിന്നീട് ഡീസലിലേക്കും വൈദ്യുതിയിലേക്കും ഒക്കെ മാറിയ ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ ഹൈഡ്രജനിലേക്കും കൂടി ചുവട് വച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു പുതിയ ട്രെയിൻ സർവീസ് മാത്രമല്ല, പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിരവുമായ ഭാവിയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയുടെ പ്രതീകമാണെന്ന് പറയാം. വരും വർഷങ്ങളിൽ കൂടുതൽ റൂട്ടുകളിലേക്ക് ഇത്തരം ട്രെയിനുകൾ വ്യാപിക്കുമോ എന്നുള്ളതാണ് നമ്മളൊക്കെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഇപ്പൊ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ER രാഗേഷിനോട് ചോദിക്കാം. വിശകലനങ്ങളുമായി ER രാഗേഷ് കൂടി എനിക്കൊപ്പം ചേരുന്നുണ്ട്. ER, ഗുഡ് ഈവനിങ്. ഇപ്പോൾ നമോ ഗ്രീൻ റെയിൽ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ട്രെയിനിനെ അത് വെറുമൊരു ട്രെയിൻ എന്ന് മാത്രമല്ല, ഭാവിയിലെ പരിസ്ഥിതി സൗഹൃദ ഗതാഗതത്തിന്റെ മുഖമായി കൂടി കണ്ടുകൂടെ? ഗുഡ് ഈവനിങ് സേതു. അങ്ങനെ തന്നെ കാണാം. കാരണം ഇന്നിപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. കാരണം
1853 ആദ്യ ട്രെയിൻ സർവീസിനെ പരാമർശിച്ചുകൊണ്ട് അതിനെ ഉപമിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ യാത്രയെ പ്രധാനമന്ത്രി സമീകരിച്ചത്, അല്ലെങ്കിൽ അതിനുമായി താരതമ്യം ചെയ്തത്. അതിന് കാരണം ആദ്യത്തെ ട്രെയിൻ മുംബൈയിൽ നിന്ന് താനെയിലേക്ക് ഓടിയ ട്രെയിൻ ഒരു വിപ്ലവമായിരുന്നു. അതുപോലെ ഇന്ത്യൻ റെയിൽവേ സംബന്ധിച്ച് ഒരു പുതിയ ഘട്ടത്തിലേക്ക് ഒരു നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ 173 വർഷത്തിനിടെ പല ഘട്ടങ്ങളിലൂടെ ഇന്ത്യൻ റെയിൽവേ കടന്നുപോയി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2014 കഴിഞ്ഞ 12 വർഷത്തിൽ കണക്ക് നോക്കുകയാണെങ്കിൽ 2014 ഏതാണ്ട് 60% ഡീസൽ എഞ്ചിനുകളാണ്, ഡീസലാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വൈദ്യുതീകരണം ഏതാണ്ട് 99% റൂട്ടുകളിലും സാധ്യമായി കഴിഞ്ഞു. അപ്പോഴും ഡീസൽ ഉപയോഗം പൂർണ്ണമായി കുറഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 10% റൂട്ടുകളിലെങ്കിലും ഡീസൽ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡീസൽ ഉപയോഗം പ്രധാനമായും കുറച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പ്രത്യേകിച്ച് അത് പരിസ്ഥിതി സൗഹൃദമാണ്, മലിനീകരണ തോതില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുകൂല ഘടകമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ടത് കാര്യമായി ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം, ഒന്ന് യാത്രാ നിരക്കടക്കം വലിയ തോതിൽ കുറയ്ക്കാൻ ഇത് സാധിക്കുമെന്ന് കൂടി വിദഗ്ധരടക്കം ഉള്ളവർ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. ഇത് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ പല രാജ്യങ്ങളും ഇത്തരത്തിൽ ഹൈഡ്രജൻ ട്രെയിനുകളുണ്ട്. അതിൽ തന്നെ ജർമ്മനിയാണ് വാണിജ്യ ആവശ്യങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇത്തരത്തിൽ ട്രെയിനുകൾ ഉപയോഗിച്ച് വരികയും ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു തുടക്കം മാത്രമേ എന്നേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. പ്രത്യേകിച്ച് ഇപ്പോൾ ഹരിയാനയിൽ ആരംഭിച്ചിരിക്കുന്ന ഈ ട്രെയിനിൽ ഒരു തുടക്കം മാത്രമെന്നേ പറയാൻ കഴിയൂ. പക്ഷേ ഭാവിയിൽ സ്വാഭാവികമായും ഇത് മറ്റു റൂട്ടുകളിൽ, പ്രത്യേകിച്ച് ഇത്തരത്തിൽ പരിസ്ഥിതി ലോല മേഖലകളിലൊക്കെ, നമ്മുടെ ഈ ഊട്ടി റൂട്ടുകളിലൊക്കെ തന്നെ ഒരുപക്ഷെ ഭാവിയിൽ പരീക്ഷിക്കപ്പെടാൻ പോകുന്ന സംവിധാനമായ ഹൈഡ്രജൻ ട്രെയിൻ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ ട്രെയിൻ പദ്ധതി അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി തീർച്ചയായും 1853 താരതമ്യം ചെയ്തിട്ടുണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ചൊരു പുതിയ തുടക്കം ആയി തന്നെ ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ യാർ, ശരി. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പം ഒരു തുടക്കമാണ്. ഇനിയും കൂടുതൽ ട്രെയിനുകളൊക്കെ വരട്ടെ അല്ലേ. കൽക്കരിയിൽ നിന്ന് ഹൈഡ്രജനിലേക്കുള്ള ഈ ഒരു മാറ്റത്തെ നമുക്കൊരു വിപ്ലവകരമായ മാറ്റമായി തന്നെ വിലയിരുത്താം. ഒരു